പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീഡിയോ പക്ഷെ പഴയ സാധനം അങ്ങനെയാണ്. പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറച്ച് പഴയ സാധനം പഴയതല്ല, കുറച്ച് മുമ്പ് ഓർഡർ ചെയ്തല്ലേ. ഇവന്റെ കാര്യത്തിന് കുറച്ച് പഴക്കം കിട്ടാം സാധനത്തിന്. അപ്പൊ ഇവന്റെ കാര്യത്ത് പഴക്കമുള്ള സാധനം പൊട്ടിക്കട്ടെ. സാധനം കണ്ടില്ല, കത്തിയായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകും. ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ല, പക്ഷെ വീഡിയോ ചെയ്യുമ്പോ ഒരു വീഡിയോ ആവണം. ഉണ്ടോ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും എന്ത് പൊട്ടത്തരം പറഞ്ഞാലും എന്ത് ഇന്ന് പൊട്ടത്തരം കേൾക്കാനും പ്രോത്സാഹിപ്പിക്കാനും രണ്ട് പൊട്ടന്മാർ. വലിയ പൊട്ട ഇവിടെ നടുവിലിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അല്ലേ എന്റെ ഏട്ടനാണിത്. അപ്പൊ അതിന്റെ കുറച്ച് മുന്നേ ഏകദേശം പാക്കറ്റ് കണ്ടപ്പോ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഈ സാധനം പെണ്ണുങ്ങളോ ഇതാക്കൂല, വിടൂല. അങ്ങനെ പറയുന്നത് ഓൾ ഇന്ത്യൻസ് ആയി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇത് ജപ്പാൻ അതുകൊണ്ട് പറഞ്ഞ ഡയലോഗ് കരിങ്കാളിന്റെ ട്രെൻഡ് ഫോളോ ചെയ്തോണ്ട് എന്താ സംഭവം? എന്ത് സംഭവം? ചെറിയ പ്രശ്നം എന്താ പറയാ, ഫുള്ള് ചൈനീസ് ആണ്. അതുകൊണ്ട് തന്നെ ചൈനയാണോ ജാപ്പനീസ് ആണോ എങ്ങനെ ഉപയോഗിക്കേണ്ടത് കറക്റ്റ് അറിയാം. സംഭവം എന്തായാലും നല്ല വെട്ടുകുത്തുണ്ട്. ഈ സംഭവം അതെനിക്കറിയാം. കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കണം. നമ്മള് ഇന്ത്യക്കാരെ ഇന്ത്യ ഇറങ്ങിയ മേലെ വരാം. ഇവരുടെ പറഞ്ഞാൽ മൊത്തം വെട്ടാം. ഒരു വെട്ടുകുത്താണ് വെട്ടല്ല, പിന്നെ ഇടക്ക റൗണ്ടും വീട് വെച്ച് ഷേപ്പ് ഉണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് ഇത് നല്ല മുഖത്തെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്തിട്ട് അപ്പൊ നമ്മള് എയറല്ല, അവന്റെ വയറ്റിന്ന് പോയതാ. ഇത് ചലഞ്ച് കൂടി കരിയണല്ലേ മൊത്തം കരിഞ്ഞു പോകയോ എടാ. ഞാൻ പറഞ്ഞ ഈ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ എന്നെയായിട്ട് ബന്ധപ്പെട്ടാ മതി. എന്തിനാ? ഞാൻ ഡയറക്റ്റ് ആ പെണ്ണിനോട് പറഞ്ഞ ഡീൽ ചെയ്ത് ഞാൻ അയച്ചിട്ടോ. നമ്മുടെ പണ്ടത്തെ കമ്പനിക്കാരാണ്. ഏട്ടനെ കണ്ട ഈ പൂരാത്തില്ല. ഏട്ടൻ പണ്ട് എന്താ പറയാ ആ പെണ്ണിനെ വിളിച്ചിട്ട് ശല്യം ചെയ്തിട്ട് ഈ പെണ്ണിന്റെ ഫാദറിന്റെ മദറിന്റെ ഇവന്റെ ഫോണിക്ക് വിളിക്കല് പോയിട്ടൊരു മെസ്സേജ് അയച്ചാൽ പോലും ആ നാട് മുഴുവൻ നാറും. അത്ര തെണ്ടിയാണ് ഇവൻ. അത് നിനക്കറിയേണ്ടത് ചുറ്റുള്ളവരൊക്കെ ചോദിച്ചാൽ മതി, മനസ്സിലാവും. ആർട്ടിസ്റ്റിക് അതെയോ? എന്നാ നമുക്ക് ഈ കാര്യമൊന്നും മുഖത്ത് വെച്ച് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇനി ഫുള്ള് കലികാലമാണ് ഗൈസ്, കലികാലം. ഇനി ഫുള്ള് നമുക്ക് എന്താ പറയാ ഭ്രമയുഗന്മാരെയാവും. ഭ്രമയുഗ മറ്റേ മമ്മൂട്ടി കഴിച്ചു. ആദ്യം നമുക്ക് ഇവന്റെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ക്യാമറ ഫോക്കസ് കറോ, ഫോക്കസ് കറോ. എന്ത് കറ കാട്ടിട്ടും കാര്യമൊന്നുമില്ല. ആ കറയോ ലാസ്റ്റ് കണ്ടെന്നല്ല, ഞാൻ പെയിന്റ് അടിക്കണമായിരിക്കും. ഇത് തേക്കുമ്പോ വേറെ കാര്യം കൊണ്ട് കിട്ടാം. നമ്മൾ ഓവർ ചിരിക്കാനോ സംസാരിക്കാനൊന്നും അധികം പാടില്ല. അയാടാ എന്താണ് കാര്യമായിട്ട് പറഞ്ഞത്? ഇല്ലതാ ഇവിടെ മാത്രം നല്ല രസമുണ്ടാവും. വസന്തി എനിക്ക് എന്താ അറിയില്ല, പറഞ്ഞപ്പോ ചെയ്യാൻ തോന്നണേ.
ഏട്ടൻ നല്ല പെയിന്റ് അടിച്ച് ചെയ്യല. പണ്ട് കലോത്സവത്തിനൊക്കെ ഏട്ടനാണ് പെയിന്റ് അടിച്ചെടുത്തത്. ഓ പിന്നെ ആർക്ക്? പിന്നെ പതിയെ അവിടുത്തെ ഒരാള് പറഞ്ഞേ തൃശ്ശൂർക്ക് പോയിക്കോ എനിക്ക് നല്ല ഭാവി ഉണ്ട്. അവരെ മേക്കപ്പ് കണ്ടിട്ടില്ല, അവരെ വയറ് കണ്ടിട്ട്. ലാസ്റ്റ് അവ തൃശ്ശൂർ പോയിട്ട് ഒതുങ്ങി നിക്കടാ, ഒതുങ്ങി ലേട്ടാ ഒതുങ്ങി നിൽക്കുന്നത് മൊത്തം കൊള്ളാം അവന്റെ മുഖത്ത്. ഇപ്പൊ തന്നെ ഭാവിയിലെ പുലിയാണ് പുലി. പുലി തൃശ്ശൂർ പൂരത്തിന് മാത്രം വേഷം കെട്ടാളതല്ലേ. ജീവിതത്തിനിടയിൽ എന്തെല്ലാം വേഷങ്ങളായിട്ട് കെട്ടുന്നു. അതെ ഇത് തേച്ച് കഴിഞ്ഞവന് തിരിച്ചറിയണല്ലോ. എങ്ങനെയാവോ തിരിച്ചറിയോ? മനസ്സിലാവോ തേച്ച് കഴിഞ്ഞാല്? അവർക്ക് ഡ്രസ്സാണ് മനസ്സിലാവില്ല. ഞാൻ ഇജു അമ്മല്ല, വേറെ ഇവിടെ ആരല്ലേ? ബുദ്ധില്ല സാധ്യത. ഞാൻ പറഞ്ഞില്ലേ കഴുതയില് ബുദ്ധി കാണിക്കൂ. പ്ലീസ് കാണിക്കൂ. എടാ ആരണേ, കഴുത ഒരു മരുഭൂമിന് കഴുതുണ്ടെങ്കിൽ ആവശ്യം നേരത്തെ ഒന്നും കിട്ടണില്ല. വായരി എന്താ ചെയ്യാ? ഇവനെന്തെങ്കിലും അതിന് വായന്ന് വല്ല നല്ല വാക്ക് വരണേ, എന്നാലേ വരുള്ളൂ അങ്ങനത്തെ വാക്കുകളൊക്കെ. കണ്ടില്ലേ നന്മയുള്ള വായയേ. വായല്ല വർത്തനം പറഞ്ഞു. ഇവിടെ ഗ്യാപ്പായിട്ട് അവിടെ ഇനി നമുക്ക് മുഴുവൻ അടിക്കട്ടെ. ട്രൈനേഷൻ കാണട്ടോ. കോലം തേച്ചിട്ട് വിളിക്കാം. കാണാം. അപ്പൊ ആരിയിരിക്കുന്നത്? അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ അമരേന്ദ്ര ബാഹുബലി ഈ വീടിന്റെ വാഴയും അമ്മയുമായ എല്ലാവരെയും സംരക്ഷിക്കുമെന്ന് വാക്ക് നൽകുന്നില്ല. എനിക്കൊരു ഉറപ്പില്ല. എന്താടാ ഉറപ്പില്ലാത്തത്? കജിലുണ്ട് ബത്തക്ക. ചേട്ടനല്ലേ? കയ്യിലൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ രസപ്പെടും? ഞാൻ ബീജം വിട്ടറന്നോ? കാശിന്റെ കയപ്പ കഴിപ്പ് അല്ല കയ്പ്. എടുത്ത് എന്താണ് ഇവിടെ ഓട്ടോട്ട വരുന്നത്? പൈസ കുറഞ്ഞുകൊണ്ട് ഓട്ടോട്ട വരുന്ന പാവങ്ങളാണ്. ഓരോ കുഴിയിലിട്ട് അനുഭവിപ്പിക്ക. ഇതേപോലത്തെ മീശയില്ല പറമ്പിൽ ലാലന്മാര് കൊറേ ഉണ്ടാവും, ശെലോലന്മാര് കൊറേ ഉണ്ടാവും. താടിന്ന് പറഞ്ഞാല് ഇതാണ്. പക്ഷെ അതിന്റെ ഒരു ഇത് ഇവിടെ ഇല്ലാത്ത ഇതിന്റെ ഒരു അതല്ല ഇവന് അതിന്റെ ഒരു ഇത് ആയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഇത് എന്ത് സംഭവം. ഇങ്ങനത്തെ ഓരോ സാധനം തേക്കല്ല എങ്ങനെ വരിക? ഇങ്ങനത്തെ ഒരു സാധനത്തിന്റെ മൊത്തം ട്രൈ ചെയ്യണേ. ഈ സംഭവം ഇവ ഓർഡർ ചെയ്ത് ഇതെന്നോ ഓർഡർ ചെയ്തിട്ടാണ്. പൈസ കുറവ് കണ്ടപ്പോ ഓർഡർ കായ്മൊക്കെ ഒരു വിഷയമില്ലാത്ത ഒന്നും നോക്കില്ല. ഇത് എത്ര രൂപ സാധനം അറിയാം ശരിക്കും? എത്ര എത്ര രൂപയ്ക്ക് നായി? എത്ര രൂപ? ഒരു 300 ഒരു കഴിവാണ്. അതെ 300 രൂപ പറഞ്ഞ ഡീൽ ചെയ്തില്ലേ? അതിനും കാണാൻ കഴിവ്. 150 സാധനം 150 സാധനം തന്നില്ലേ? അതാണ് കഴിവ്. 150 നാറിന്റെ ഒക്കെ 300 രൂപ കഴിയും. 150 കഴിവാണ്. ഗൂഗിൾ പേ ഉണ്ടല്ലോ, പിന്നെന്താ പൊരിക്കാനുള്ളത്? കടയ്ക്ക് പോകാൻ ഞെക്ക ട്രൗസർ വരെ കേൾക്കും മിക്കവാറും. അതെന്താ ഇതിപ്പോ എങ്ങനെ ഇതിലൊന്നും ഇല്ലല്ലോ? എത്ര സമയം എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കണം. അവരുടെ തലയിലൊന്നുമില്ല. ഇതിൽ ആകെയുള്ള ഡേറ്റ് ആണ് 10/8/2023. ഏട്ടൻ 2023 2023 വരെ ഉണ്ട്. അപ്പൊ പിന്നെ പേടിക്കാല്ലേ? എത്ര? 2023 വരെ ഉണ്ട്. എടാ 2024 മുഖത്ത് വേറെ എന്തെങ്കിലും ഞാൻ വിളിക്കാനുള്ളവരൊക്കെ വിളിക്കട്ടെ. വരാം. നിങ്ങള് പറഞ്ഞ മാതിരി
ഇത് ആമസോൺ ഓർഡർ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഇതായിട്ട് എനിക്കറിയില്ല. നോക്ക് ഇതാ താഴത്തതാ കണ്ടാ. ഇത് കണ്ടിട്ട് ഇതിന്റെ സ്മെല്ലൊക്കെ കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു നമ്മളെ സ്മെല്ല് കേട്ടിട്ട് അല്ല സ്മെല്ല് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നതല്ലോ നമ്മളെ ഭാഷയല്ലേ ഫെവിക്കോൾ ഭാഷ. ഫെവിക്കോൾ അടച്ച് ഇങ്ങനെ ഒരു പ്ലാക്ക് അടിച്ച് വിട്ടതില് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഡേറ്റ് ഒന്ന് നോക്കണേ, ഇനി മറ്റേ പോത്ത് നിൽക്കാം. എന്ത് തുറക്കുമ്പോത്തിന് കൂടി പോണ് കുരുവിന്റെ അസുഖം കിട്ടാ. ഇവിടെ ഒരു കുരു ഉണ്ട് കഴിച്ചോ. നല്ല കുരു ഞാൻ കുരൊക്കെ അങ്ങനെ പൊട്ടൽ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ. ഇവിടെ ഒരു വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് പൊട്ടൽ തുടങ്ങും. നല്ല മോനാ. ഇടയ്ക്ക് നല്ല ചോർന്നു നല്ല ചോർന്ന് കുട്ടിയാ. ഇത്രയും ചോറ് ഭക്ഷണം കഴിക്കുന്നതും സ്വഭാവവും സൽഗുണ സമ്പന്നനുമായ ഒരു പുത്രനെ കിട്ടാൻ നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്യണ്ടടാ. അതന്നെ മൈക്ക് എവിടെയാണ്? ഭയങ്കര ഭാഗ്യായി പോയി. അതൊക്കെ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഐശ്വര്യം മണ്ടൻ മരമണ്ടൻ അതുപോലെ ഇതറിയില്ല. ഓമണ്ട തെലുങ്കൊക്കെ വന്നു. ഓമണ്ടി ചപ്പണ്ടി എന്തണ്ടി എന്തണ്ടി ഇതാണ് അണ്ടി. എന്ത് ഞാൻ ഒന്നും കട്ടിട്ടില്ല തന്നോടാണ്. എന്താ മക്കളെ കട്ടി തേച്ചോ കുറച്ചു. എന്തായാലും മുഖം കൊള്ളാം. ഈ പാടത്തുള്ള കോലൊക്കെ ഞാൻ വച്ചെടുക്കേണ്ടി വരുമോ ഇവനായിട്ട്? എന്തായാലും പറയുമ്പോ അറിയാ എന്താ ഞാൻ വിളിച്ചരാ. അത് വെച്ചാ മതിയായിരുന്നു. കെട്ടണ മുടി എന്താ മൂട്ടിയൊക്കെ തോന്നണ്ട. ഇവന്റെ മോൻ തന്നെ വലിയ മോൻ തന്നെ. കൊറേ ഏരുണ്ട് അടിക്കാൻ. പൈസ കൂടുതലാണോ മോനെ? പൈസ നിന്റെ പോക്കറ്റ് കയറിയിട്ടുള്ള മാറി ഓർഡർ ചെയ്ത്. അതിലും എന്റെ പോക്കറ്റ് കയറിയിട്ട് ഓർഡർ ചെയ്ത്. അതിലൊന്നും ഒരു പ്രശ്നം. ഡയറക്റ്റ് പെണ്ണിനോട് പറഞ്ഞിട്ട് ഡയറക്റ്റ് എത്തിച്ചാ പോണ്ട. അമ്മ കേക്കുന്നില്ലേ? എന്റെ ഫോണിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ അല്ല എന്റെ ഫോണിലൊരു മെസ്സേജ് തന്നിരുന്നില്ല. എന്താ ഹലോ ഉറപ്പുണ്ടാ എനിക്ക് എന്റെ മുഖത്തെ വെച്ചൊക്കെ നോക്കാന്? അണ്ണാ ഞാൻ പറഞ്ഞേ ബുദ്ധി ഇടുള്ളൂ പക്ഷെ വിവരയാ. എന്തൊക്കെ മനസ്സിലായിട്ടില്ല. കറക്റ്റാണ് സംഭവം. കറക്റ്റാണ്. അവിടെ പൊട്ടാ ബുദ്ധിയുള്ളവനെ വിവരമുള്ളൂ, വിവരമുള്ളവനെ ബുദ്ധിയുള്ളൂ. അത് രണ്ടില്ല. ഞാൻ ഈ എയർബാൻഡ് ഒക്കെ വെച്ചിട്ടാ അങ്ങോട്ട് അടിപൊളിയുള്ള. ഞാൻ ചെറുതായിട്ട് മുടി വളർത്താൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ബ്ലാക്ക് അടിച്ചപ്പോഴേ ഒന്നുകൂടി ലുക്ക് ആയിട്ട് ആദ്യം ലുക്ക് ഇല്ലേന്ന്. ഇപ്പൊ അടിച്ചപ്പോ മുഖം കാണാത്തോണ്ട് നല്ല ലുക്ക് ഉണ്ട്. അതെ അപ്പു ഇതും ചിരിച്ചാ ആ പല്ല് മാത്രം. പക്ഷെ ഞാൻ മഞ്ഞ പല്ല് മാത്രം. ഞാൻ ഉണ്ടായിരുന്നില്ല 3 നേരം പല്ല്. ബൾബ് എത്ര വരുന്നുണ്ട് മഞ്ഞ കളറ്. ഇതാണ് കോഡ് വരുന്നത്. നിനക്ക് ഉള്ളതും എനിക്കുള്ളതും. നിനക്ക് ഇല്ലാത്തതും എനിക്കുള്ളതും. വീടാണ് ഇതൊന്നും അലവിടല്ല. നമുക്ക് ആവശ്യം പണം, പിന്നെ നമ്മളെ സെറ്റിൽഡ് ലൈഫ്, അല്ലാതെ ഇങ്ങനെ ബേബി കൂപ്പിന്റെ ഒന്നും ആവശ്യം. സെറ്റിൽഡ് ലൈഫ് ട്രൗസറൊക്കെയാണ് ഒപ്പം ചെയ്യാ. കീറി നിക്കറൊന്ന് മാറ്റിക്ക. കീറി നിക്കറ് മാറ്റാതെ ഇടയ്ക്ക് ചെറിയ ചൊറിലൊക്കെ ഉണ്ട് കേട്ടോ. ഇടക്കുള്ളതല്ലല്ലോ എപ്പോഴും ഉള്ളതല്ലേ.
മതി. എന്താ ചെയ്യാ നിങ്ങളെ മൂപ്പിന്റെ എന്തൊന്നും ആക്കണ്ട ചക്ക. എന്റെ പോലെ എല്ലാ കഴിവും തികഞ്ഞു കിട്ടിയ ചങ്കിര കഴിവ് കെട്ടവൻ, കഴിവേറി കഴിവേറി. ഇവനെ പോലത്തെ കഴിവേറികളാണ് നമ്മുടെ നാട്ടിലെ ശാപം. കഴിവേറി മോനെ. അയ്യോ, ഈ കഴിവേറിന്റെ വാഴല്ല വേറൊരു കഴിവേറിക്ക് മുഖത്തടിക്കാതെ അസിലിങ്ങോട്ട് തീർച്ചിട്ടുണ്ട്. ഇത് വേറെ തോന്നുന്നുണ്ടെങ്കിൽ ശ്രമിക്കുക. ഈ ഗ്യാപ്പാണുമ്പോ കുണ്ടികളുടെ ആർക്കാണ് പലന്നു കുണ്ടിടപ്പെടേണ്ട ഇങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, മളിയിട്ട കൊതുത്തി ശങ്കിക്ക വേണ്ട, മണലിന്റെ അരച്ചാൽ അതിലിട്ട് തിന്നാവും. ഞാൻ അങ്ങോട്ട് എന്തിനാ എന്നെ തേക്കണം നീ, എന്നെ മുഖത്തേക്കണ്ടോ നീ? ഒക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ ഡേറ്റ് കഴിഞ്ഞേ പെടുമ്പോ ഞാനും പെടണം. ചൊറിച്ചലും നീ ചെറിയൊരു നേര് ചൊറിച്ചലുള്ളൂ. വീട്ടിലെ കഴിവേറിയാണ്, കഴിവേറിയവനാണ്. ആ ഇങ്ങനെ ഉദ്ദേശങ്ങൾ ഇത് മറ്റേ വിക്രം അമ്മ ഇതിങ്ങനെയാണ് നമ്മള് പ്രതികാരം വിട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ ചെയ്തൊക്കെ വലുപ്പത്തിൽ നമ്മൾ കൺവെൻഷൻ ഇവിടെ ഇവരൊക്കെ പൊട്ട് വരട്ടോട്ടുണ്ട് വലിയ ഇവിടെ കൺവെൻഷൻ ചെയ്തു. എന്നിട്ട് എന്താ പ്രശ്നം അറിയാം, പൊട്ട എവിടെ ഇടുക എനിക്ക് ഈ നടുവില് സ്ഥലം കൊണ്ട് 4 വയസ്സ് ബാബു ബോയ്സത്തെ കാര്യങ്ങൾ ബാബു കണ്ണും പൊട്ടില്ലടാ, കണ്ണും പൊട്ട് 4, 3, 3.5 വയസ്സ് വരെ. നല്ല അവ മറ്റേ ഹൈഡ് ചെയ്യണേ. എത്ര വയസ്സ് വരെ? 3.5 വയസ്സ് വരെ. 3.5 വയസ്സ് 4.5 വയസ്സ് വരെ 1ാം ക്ലാസ് വരെ കുട്ടൊക്കെ പോയി. നല്ല കാര്യം. എനിക്ക് ഈ മാല, ഈ കമ്മല്, ഇത് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. നീ ഇപ്പഴത് നോക്കണ്ട, ഞാൻ ഇടും. അതെ, മാലയും കമ്മളും പൊട്ടോ വള പാവാളോ മുടിയൊക്കെ വളർത്തുന്ന ഇഷ്ടമാണ്. കമ്മളോ ഇട്ടൊരു കാര്യമില്ല. എന്ത് സാധനം നിലത്ത് കടന്ന് ഉണ്ടിട്ട് വാശി ഇടിച്ചിട്ട് അക്രമിയായിരുന്നു. നല്ല പണ്ട് നേഴ്സിനൊക്കെ പിടിച്ച് അടിച്ച കേസൊക്കെ ഉണ്ട്. എപ്പോഴും അക്രമി തന്നെയാണ്. എനിക്ക് എന്തായാലും സൂചിക്കാൻ വേണ്ടി നേഴ്സിനെ അടിച്ചു പോയിട്ടില്ല. അതെ, മെല്ലെ മൊത്തം ഫിനിഷ് ആയിട്ട് വരട്ടാ. കോലങ്ങൾ കാലത്തിനനുസരിച്ച് ഈ കാലത്ത് നമ്മൾ എന്തൊരു കോലങ്ങൾ കെട്ടണം. ചുളിക്കുമ്പോ ഇങ്ങനെ മൊത്തം ചുളിയാണ്. പ്രായമായി കുട്ടികളെ തന്തേക്കണേ ഇവനൊക്കെ. നമ്മളിപ്പോഴും യൂത്തിന്റെ ഇടയിൽ ഇപ്പോഴും യൂത്താണ്. ഊത്താണ് അവന്, ഊത്തൊന്നുമില്ല പോടാ. അപ്പൊ അപ്പൊ ഞങ്ങൾ 3 കഴിഞ്ഞ് അമ്മേന്റെ കുറച്ച് നേരം കൂടി ഇരിക്കണം തോന്നുന്നുണ്ട്. ഇത് ആദ്യം നമുക്ക് ഇവന്റെ അയക്കാം. ഇവന്റെ നിന്റെ അയച്ചു എന്തെങ്കിലും ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞാൽ അല്ലേ വേറെ പ്രൊഫസറാണ് ഞങ്ങൾ ഉണ്ടാവിട്ടേ. അതിന്റെ ഷെഡ്യൂൾ ഇടില്ല. ഞാൻ ഷെഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതേപോലെ ഇങ്ങനെ കിട്ടും നമുക്ക് സാധനം. കിട്ടല്ലോ റിയാക്ഷൻ, അത് സുഖം കിട്ടുന്ന റിയാക്ഷനുള്ളത്. ഇതാണ് സംസാരിച്ചോട്ടെ, അല്ലെങ്കിൽ ഇതിന് സൂപ്പറായിട്ട് പ്രിയ കുടുംബശ്രീ ചേച്ചിമാരെ, പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ച് പാട്ടയിൽ ഇടരുത് പ്ലീസ്. എന്റെ കഞ്ഞിമുടി പൊട്ടിക്കരുത്, പൊട്ടിക്കരുത്. എന്റെ മുഖമായത് പറയല്ല. കറക്റ്റാ, കറക്റ്റ് നിങ്ങൾ എടുത്ത പണ്ട് മറ്റേ സ്കൂളിൽ കൈമൊക്കെ പാസ്സായിക്കില്ലേ, അതേമാതിരി. ഇത് ഞാൻ പണ്ട് ചെയ്തിരിക്കുന്ന ഈ സംഭവം. എന്ത് ഫെവിക്കോളറ്റ് അതിന് മാത്രാ. ഞാൻ പണ്ടേ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴേ മീശണ്ട്
അടാ മീശം പറ്റി പിടിക്കുന്ന കണ്ടിട്ട് കണ്ടാ എന്റെ വിശ്വാസായില്ലേ പറ്റി പിടിക്കുന്ന കണ്ടിട്ട് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ തരിതരിതരിതനെ പോലെ പൊന്തിക്കുന്നത് കണ്ടാ ഇത് തേച്ചിട്ട് ഇത് കുരു മുഖത്തെ ഇതാവും. പിന്നെ ഇടക്കിടക്ക് ഈ കുരു ഒട്ടൂല. അപ്പൊ ഇനി അടുത്തത് ഇന്റെ മെല്ലെ മെല്ലെ അയക്കണം കേട്ടോ. ഇടത് വശം ഞാൻ നോക്കാം. വലതുവശത്തെ പടയെ നിങ്ങൾ നയിച്ചുകൊള്ളു. എന്തായാലും ഒന്ന് ബാഗിൽ കണ്ടപ്പോ ഫുള്ള് ബാഗ് ചെറിയ വേദന ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും അടങ്ങാത്ത എന്ത് സുഖം വലിക്കുമ്പോ പറിച്ച് കളയുമ്പോ. ഓ നമ്മളെ ആ സുഖം ഇത് മെല്ലെ പറിക്കും. സുഖം അത് ഇറക്കുമ്പോ ശരിക്കും ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ഇരുന്നോ ഞാൻ പറഞ്ഞത് എന്റെ മോൻ കറക്റ്റാണ്. ഇവന്റെ മോന്തൊരു ശരിയാ. ഇവന്റെ മോൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇപ്പൊ ആള് ശരിയല്ല. അല്ല ഇതിന് വരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ശരിക്കും പിടിക്കണമെന്നില്ല. ലാസ്റ്റ് വഴി തനി വഴി കൊടുത്ത ആ അങ്ങനെ അടുത്തിക്കാം. ആയിട്ട് രണ്ടടുത്ത് അവിടുത്തെ മൂക്ക് കുറച്ചാ. അപ്പൊ ഉണങ്ങാതെ മുഖം നിറച്ചോ. ഉണങ്ങാതെ അത് പിന്നെന്താ പോയത് അണ്ടിയ അല്ല ഡേറ്റ് കഴിഞ്ഞപ്പോ കറക്റ്റ് എവിടെ കിട്ടില്ല. പണി പാളിരിക്കുന്നേ. ഇവിടെ നാളെ പൈസ വേസ്റ്റ് ആക്കിയിട്ട് ഓരോ സാധനങ്ങൾ തരും. സംഭവം നൈസായിട്ട് പണി പാളി. നമ്മള് വിചാരിച്ച മാതിരി സാധനം മതി. ഒന്നാമത് ഈ തെണ്ടി അങ്ങനെ 300 രൂപ 250 രൂപന്റെ സാധനത്തിന് 300 രൂപ പറ്റിച്ചു. ഈ തെണ്ടിന് 300 രൂപന്റെ സാധനം 150 രൂപന്റെ സാധനത്തിന് 300 രൂപ പറ്റി. അപ്പൊ തന്നെ എനിക്ക് തോന്നി പണി പാടുന്നുള്ളു. നമ്മള് ഉദ്ദേശമാരൊന്നും കാര്യങ്ങൾ വന്നില്ല. ഒത്തില്ല മകനെ ഒത്തില്ല അല്ലേ. പക്ഷെ കുടുംബത്തിലെ ഐശ്വര്യവും സൽഗുണ സമ്പന്നനുമായ എന്റെ മുഖം കറക്റ്റായി കിട്ടി. എന്റെ മുമ്പന്റെ മുഖാണ് കറക്റ്റ്. എന്താ നീറ്റ് ഇതുകൂടെ അപ്പൊ തൃപ്തി എല്ലാവരുടെ കമന്റ് ഉണ്ട്. മീശയിൽ ഇപ്പൊ എന്താ പഠിക്കണത് ചോദിച്ചത്. മീസ മീസ മുഖം ഒന്ന് ക്ലിയർ ആക്കിട്ട് വരട്ടാ. ഹലോ അപ്പൊ അമ്മ പഠിച്ചു. അതെ വേറൊരു കാര്യം കേട്ടാ. ഞങ്ങള് അത് കഴിഞ്ഞ് ചെറിയ ഉറക്കുറങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാല് കറണ്ട് പോയി, മഴ പെയ്ത്, ഇവിടെ ഒരു മരം വീണിട്ട് ആകെ പോസ്റ്റൊക്കെ ഇറങ്ങാറായിട്ട് ആകെ. ഇന്ന് ആദ്യത്തെ മഴ തന്നെ ഭയങ്കര ഫസ്റ്റ് മഴ. പക്ഷെ നല്ല കാറ്റായ കാരണം കാറ്റ് കൂടുതലായ കാരണം മരം വീണിട്ട് പോസ്റ്റൊക്കെ മറിഞ്ഞിട്ട് ആകെ ഇറങ്ങാറായി. സത്യം പറഞ്ഞൊരു 3-4 മണിക്കൂർ കറണ്ട് പോയി. അപ്പൊ അത് കാരണമാണ് അവിടെ നിന്ന് പിന്നെ ഇടാൻ പറ്റാഞ്ഞത്. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു ഏകദേശം ഒരു 3 മണി ഒക്കെ ആയപ്പോ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും സൂപ്പറായ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.